MSN ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം. ബാഴ്സലോണയുടെ യുവതാരമായിട്ടുള്ള ലാമിൻ യമാലിനെ പരിക്ക് പറ്റി ഇപ്പോൾ താരത്തിന് ഈ സീസൺ നഷ്ടമായിട്ടുണ്ട്. ഇത് താരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ബാഴ്സലോണ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശപ്പെടുത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു ലാമിൻ യമാലിന് പരിക്ക് പറ്റിയത്. നമുക്കറിയാം, താരം ഈ സീസണിൽ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ബാഴ്സലോണയ്ക്ക് വേണ്ടി താരം കളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സീസണിൽ ബാഴ്സയ്ക്ക് വേണ്ടി താരം 45 മത്സരങ്ങളിൽ നിന്ന് 24 ഗോളും 17 അസിസ്റ്റും താരം നേടിയിട്ടുണ്ടായിരുന്നു. ഒരു മികച്ച പ്രകടനം തന്നെയായിരുന്നു ലാമിൻ യമാൽ കളി കാഴ്ചവെച്ചിരുന്നത്. എന്നാൽ ഈ സീസണിൻ്റെ അവസാനമായപ്പോഴേക്കും താരത്തിന് പരിക്ക് പറ്റി പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ട്. ഇത് ബാഴ്സ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ബാഴ്സലോണയുടെ റൈറ്റ് വിങ്ങിൽ മികച്ച പ്രകടനം തന്നെയായിരുന്നു ലാമിൻ യമാൽ കളിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ലാമിൻ യമാൽ അവിടെ ഇല്ലാത്തത് കാരണം ബാഴ്സയ്ക്ക് അത്ര ഒരു മികച്ച രീതിയിൽ അവിടെ കളിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് ലാമിൻ യമാൽ വേൾഡ് കപ്പിന് മുമ്പായിട്ട് തന്നെ പരിക്ക് മാറി തിരിച്ചു എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് യമാലിന് ഒരു വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ലാമിൻ യമാലിനെ ഇപ്പോൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് സ്പെയിനിൻ്റെ ആരാധകർ. നമുക്കറിയാം, സ്പെയിനിലെ ഒരു പ്രധാന താരമാണ് ലാമിൻ യമാൽ. ലാമിൻ യമാലിൻ്റെ ആദ്യ വേൾഡ് കപ്പുമാണ് ഈ 2026. അതുകൊണ്ട് ലാമിൻ യമാൽ ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ബാഴ്സ ആരാധകരും സ്പെയിനിൻ്റെ ആരാധകരും പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ലാമിൻ യമാലിന് ഇപ്പോൾ വെറും 18 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഈ പ്രായത്തിൽ താരം മികച്ച പ്രകടനം തന്നെയാണ് സ്പെയിനിന് വേണ്ടിയും ബാഴ്സയ്ക്ക് വേണ്ടിയും താരം കളി കാഴ്ചവെക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട താരം തന്നെയാണ് യമാൽ. അതുപോലെ തന്നെ യമാലിൻ്റെ പരിക്ക് മാറി താരം വീണ്ടും ബാഴ്സ ടീമിലേക്കും സ്പെയിനിൻ്റെ ടീമിലേക്കും തിരിച്ചു എത്തും തന്നെയാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ബാഴ്സലോണ ലാലിഗ ടേബിളിൽ നിൽക്കുന്നത് ഒന്നാമതാണ്, 33 മത്സരങ്ങളിൽ നിന്ന് 85 പോയിന്റ് നേടിക്കൊണ്ട്. എന്നാൽ ബാഴ്സയ്ക്ക് തൊട്ട് താഴെ നിൽക്കുന്നത് റയലാണ്. അവർക്ക് 33 മത്സരങ്ങളിൽ നിന്ന് 74 പോയിന്റ് ഉണ്ട്. എന്നാൽ റയലിന് ബാഴ്സയെക്കാളും 11 പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. എന്നാൽ ഈ സീസണിൽ ലാലിഗ കിരീടം തൂക്കാനുള്ള എല്ലാ സാധ്യതകളും ബാഴ്സയ്ക്ക് തന്നെയാണ്. ബാഴ്സയ്ക്ക് 85 പോയിന്റ് ഇപ്പോൾ നിലവിലുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.